പിടിക്കാം. ഇതിലെ കഴിച്ചിട്ട് പിടിക്കാം കേട്ടാ. ഹലോ, എന്തെവിടെ ഇരിക്കണേ? അവര് രണ്ടുപേരും എന്തേ? ബാലുവും ശ്രീകൂട്ടനും അവര് പുറത്തു പോയിരിക്കണം. ഇത് രാവിലെ അമ്പലത്തിൽ പോയി പെട്ട ഡ്രസ്സല്ലേ? മാറ്റണില്ലേ ഇത്ര നേരോട്ട്? ടെൻഷൻ കാരണം ഒന്നും ചെയ്യാൻ തോന്നുന്നുണ്ട് ചേച്ചി. അതാണ്. നോക്കൂ ഒരു മിനിറ്റ്. പറ, എന്താണ് ടെൻഷൻ? ചേച്ചി ഒരു കുഴപ്പമില്ല. അങ്ങനെയല്ലല്ലോ, എന്തോ ടെൻഷൻ ഉണ്ടല്ലോ. ഒന്നും ഇല്ല ചേച്ചി. പറയൂ ഒന്ന്. മര്യാദക്ക് ചോദിച്ചാൽ പറയത്തില്ല അല്ലേ? പെട്ടെന്ന് പറ വെച്ചേ. ചേച്ചി എന്നെ വിർച്വൽ അറസ്റ്റ് ചെയ്ത് ഇവിടെ ഇരുത്തിയിരിക്കുകയാണ്. വെർച്വൽ അറസ്റ്റ് ചെയ്ത് ഇവിടെ ഇരുത്തിരിക്കുകയാണെന്നോ? അല്ല, പാഴ്സൽ കഴിച്ചിട്ട് അതിനകത്ത് മയക്കുമരുന്നോ അല്ലെങ്കിൽ ആയുധങ്ങളൊക്കെ ആണെന്നും പറഞ്ഞ് ആരെങ്കിലും വിളിച്ചിരുന്നോ? ചേച്ചി വിളിച്ചാ? എന്നെ ആരും വിളിക്കേണ്ട ആവശ്യം ആർക്കൊന്നും അയച്ചില്ലല്ലോ. കൊച്ചേ, ഈ കാലത്തൊന്നും അല്ലേ കൊച്ചു ജീവിക്കണേ? ഇപ്പൊ ഈ മൊബൈൽ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണതാണല്ലോ. ഇതൊന്നും കാണുന്നില്ലേ? അതല്ലേ ചേച്ചി, ആദ്യമേ ഒരു കോള് വന്നപ്പോൾ എനിക്ക് ചെറിയ സംശയമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എന്ത് സംശയം? കൊച്ചെ രാവിലെ തന്നെ ഞാൻ ചോദിച്ചാണല്ലോ, ആദ്യം എന്നോട് പറഞ്ഞുവിടായിരുന്നോ? അങ്ങനെ ഞാൻ പറഞ്ഞു തന്നെയല്ലോ ഇതൊക്കെ. എന്നിട്ടിപ്പോൾ അവൻ എന്താ പറയണേ? അല്ല, അവരെന്താ പറയണേ? ഡൽഹിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊരു 5 ലക്ഷം രൂപ കൊടുക്കാൻ പറഞ്ഞു. ഈശ്വര, 5 ലക്ഷം എന്നിട്ട് കൊടുത്താ? കൊടുത്തിട്ടില്ല. അത് ഒപ്പിക്കാനാണ് ശ്രീയും ചേട്ടനും കൂടെ. എന്റെ കൊച്ചെ കൊടുത്തേക്ക് കൊടുത്തെന്ന് പറ. ഇപ്പൊ തന്നെ നമുക്ക് ബാങ്കിൽ ബ്ലോക്ക് ചെയ്യാത്. ഇല്ല ചേച്ചി, കൊടുത്തിട്ടില്ല. എന്ത് പണിയാണ് ഈ കാണിച്ചത്? നിനക്ക് പറഞ്ഞൂടായിരുന്നു എന്റെ അടുത്ത്? ഞാൻ ചേച്ചിയുടെ അടുത്തെല്ലാം പറഞ്ഞായിരുന്നു. ഓ, ഇപ്പോഴെങ്കിലും പറയാൻ തോന്നിയില്ല. സന്തോഷം. ഇവിടെ ഒരുത്തരും 1 രൂപ പോലും കൊടുക്കാൻ പോണില്ല. പിന്നെ കോള് വന്നപ്പോൾ ചെറിയ സംശയമൊക്കെ ഉണ്ടായിരുന്നു. അല്ല, കുറേ ഫ്രണ്ട്സായിട്ട് പോയെന്നല്ലേ പറഞ്ഞേ? കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ലേ? ചിലപ്പോൾ അവിടെ കൊറിയറോ അവിടെ സാധനങ്ങളോ മാറിപ്പോകാൻ സാധ്യത ഇല്ലാതില്ല. അതോ ഇനി മനഃപൂർവ്വം മാറ്റി വെച്ച അമ്മായിയെ കുടിക്കുകയാണോ? ഇവിടെ അത് കുടിക്കുകയൊന്നുമല്ല, ഇത് വെർച്വൽ അറസ്റ്റ്, പുതിയ തട്ടിപ്പ്. കണ്ടുപിടിച്ചല്ലേ? ഈ കഴിഞ്ഞ ദിവസം വരെ ന്യൂസ് ഉണ്ടായിരുന്നു, ഒരു ഡോക്ടർ 5 ലക്ഷം രൂപയാണ് തട്ടിയത്. കുടുംബത്തിലെ കാര്യം ആദ്യം അറച്ച് ഇനി നടക്കൂല. അവന്മാരൊരു വെർച്വൽ അറസ്റ്റ്. ഗൗരി, കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി ചോദിച്ച പൈസ ഏത് ബാങ്കിൽ ഇടണമെന്ന് പറയാൻ വേണ്ടി അവന്മാർ വിളിക്കും. അത് അവന്മാർ അവസാനത്തെ വിളിയായിരിക്കും. അതേനെ കേട്ടാ, മാർക്കറ്റ് നല്ലത് പണിയാണ്. ഞാൻ രാവിലെ പോലെ ഇവിടെ കിടന്ന് തീ തന്നെയാണ്. അവന്മാരെ വെർച്വൽ അറസ്റ്റ്. ഇനി ആരെടുത്ത് അവന്മാരിങ്ങനെ ചെയ്യാൻ പാടില്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.